നമസ്കാരം. ഈ വർഷത്തെ സായിദ് മുസ്താഖ് അലി T20 ടൂർണമെന്റിൽ തകർപ്പൻ ഫോമിലാണ് സഞ്ജു സാംസൺ നയിക്കുന്ന കേരള ടീം. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച ആദ്യ 5 മത്സരങ്ങളിൽ 4ലും അവർ വിജയിക്കുകയായിരുന്നു. നിലവിൽ ഗ്രൂപ്പ് ഇയിൽ 2ാം സ്ഥാനത്താണ് ടീമുള്ളത്. ഒരു മത്സരം കൂടിയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തിന് ബാക്കിയുള്ളത്. ടീമിന്റെ നോക്കൌട്ട് യോഗ്യത നിർണ്ണയിക്കുന്നതിൽ ഈ കളി നിർണായകമാകും. 38 ടീമുകളെ 5 ഗ്രൂപ്പുകളായി തിരിച്ചാണ് ഇത്തവണ സായിദ് മുസ്താഖ് അലി ട്രോഫിയിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 5 ഗ്രൂപ്പുകളിലും ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുന്ന തരത്തിലാണ് ടൂർണമെന്റിന്റെ ഫോർമാറ്റ്. ഇതിൽ 5 ഗ്രൂപ്പ് ചാമ്പ്യന്മാരും മികച്ച ഒരു 2ാം സ്ഥാനക്കാരും നേരിട്ട് ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നതായിരിക്കും. 2ാം സ്ഥാനക്കാരാകുന്ന ബാക്കി 4 ടീമുകൾ പ്രീ ക്വാർട്ടറിലാണ് യോഗ്യത നേടുക. ഗ്രൂപ്പ് ഇയിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത നേരിട്ട് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുകയാണ് ഇപ്പോൾ കേരളത്തിന്റെ ലക്ഷ്യം. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതാണ് വാസ്തവം. നിലവിൽ ഗ്രൂപ്പ് ഇയിൽ 2ാം സ്ഥാനത്താണ് കേരളമുള്ളത്. കളിച്ച 5 മത്സരങ്ങളിൽ 4ലും വിജയിച്ച അവർക്ക് 16 പോയിന്റാണ് ഉള്ളത്. നെറ്റ് റൺ റേറ്റ് ആകട്ടെ +1.967 ആണ്. 1ാം സ്ഥാനത്തുള്ള ആന്ധ്രയ്ക്കാകട്ടെ 4 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റ് ഉണ്ട്. നെറ്റ് റൺ റേറ്റ് ആകട്ടെ +3.030. മുംബൈ ആണ് നോക്കൌട്ടിലേക്ക് കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു ടീം. 4ൽ 3 കളികൾ ജയിച്ച അവർക്ക് 12 പോയിന്റ് ഉണ്ട്. നെറ്റ് റൺ റേറ്റ് ആകട്ടെ +1.199 ആണ്. ആന്ധ്രയെ തോൽപ്പിച്ചാൽ കേരളത്തിന്റെ പോയിന്റ് നേട്ടം 20ലേക്ക് എത്തും. ഇതോടെ ടീം നോക്കൌട്ട് യോഗ്യതയിലേക്ക് കടക്കും. ആന്ധ്ര മുംബൈ ടീമുകൾക്ക് ഇനി 2 മത്സരങ്ങൾ വീതമാണ് ബാക്കിയുള്ളത്. കേരളം അവസാന കളിയിൽ വിജയിക്കുകയും ഈ ടീമുകൾ ശേഷിക്കുന്ന ഒരു കളിയിൽ പരാജയപ്പെടുകയും ചെയ്താൽ സഞ്ജുവിനും സംഘത്തിനും പ്രീ ക്വാർട്ടർ യോഗ്യത ഉറപ്പാണ്. പോയിന്റ് പട്ടികയിൽ 1ാമത് ഫിനിഷ് ചെയ്ത് നേരിട്ട് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടാൻ കേരളത്തിന് മുന്നിലുള്ള വഴി ഇങ്ങനെയാണ്. കേരളം അവസാന കളിയിൽ ആന്ധ്രയെ തോൽപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുംബൈ സർവീസസിനോട് തോൽക്കേണ്ടതുണ്ട്. ആന്ധ്രയെ പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കും. അതേസമയം നിലവിൽ കിടിലൻ ഫോമിലാണ് കേരളമുള്ളത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ നയിക്കുന്ന ബാറ്റിംഗ് നിരയാണ് ടീമിന്റെ പ്രധാന കരുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിൽ നിന്ന് നിർണായകമായ അവസാന മത്സരത്തിലും ടീം ഒരു മികച്ച ഇന്നിംഗ്സ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രോഹൻ കുതുമലും സൽമാൻ നിസാറുമാണ് കേരളത്തിന്റെ മറ്റ് ബാറ്റിംഗ് ശക്തികൾ. 5 കളികളിൽ നിന്ന് 235 റൺസ് നേടിക്കഴിഞ്ഞ രോഹൻ കുതുമൽ ടൂർണമെന്റിലെ റൺ വേട്ടയിൽ നിലവിൽ 5ാമതുണ്ട്. സൽമാൻ നിസാറാകട്ടെ അവസാന 2 കളികളിലും ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തി കളിയിലെ കേമൻ പട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ്. ബൗളിംഗിൽ നിതീഷ് MD ആണ് കേരളത്തിന്റെ പ്രധാന താരം. 5 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റുകളാണ് അദ്ദേഹം ഇതുവരെയും നേടിയിട്ടുള്ളത്.